ഒന്നത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഫാസിൽ സാറിനെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ 11 സിനിമകളാണ് എൻ്റെ കയ്യിൽ കൂടെ വന്നിരിക്കുന്നത്. 11 സിനിമകൾ. ഞാൻ ആലപ്പുഴയ്ക്ക് കോഴിക്കോട് നിന്ന് ഞാൻ ഇപ്പോഴും പറയാനുള്ളത് പറഞ്ഞ് എല്ലാവർക്കും അറിയാം. സ്റ്റേറ്റ് ബസ്സിൽ സിനിമ പിടിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം അത് ഞാൻ പ്രൊഡ്യൂസറായിട്ട് കണക്കാക്കിയിട്ടില്ല. കാരണം അങ്ങനെയാണല്ലോ സിനിമയ്ക്ക് വരുന്ന പ്രൊഡ്യൂസർ എന്ന് പറയുന്നൊരു ബഹുമാനം കിട്ടും. വലിയ ചാൻസ് ചോദിച്ചു വന്ന ആളെന്നായിരിക്കും അദ്ദേഹം വിചാരിക്കും. ഉറപ്പായിട്ടും കേട്ടോ. അങ്ങനെ നിരന്തരമായിട്ട് ഒരു 1.5 വർഷം ശല്യപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് എന്നെ അത് അഡ്മിറ്റ് ചെയ്ത് പ്രൊഡ്യൂസറാക്കി. ദേശം 11 സിനിമകൾ ചെയ്യാൻ വന്നു. അപ്പം അങ്ങ് ചോദിച്ച പോലെ ഇത് അന്ന് ഇതുപോലെ ഓടുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ആർക്കും ഓടും എന്നൊരു സിനിമ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു കൊല്ലം ഓടുന്നു, 31 വർഷം രണ്ടാമത് വരുന്നു, അങ്ങനത്തെ ഒരാൾക്കും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഫാസിൽ എന്ന സംവിധായകൻ സാധാരണ സംവിധായകന് വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മഞ്ഞിൽ പിരിഞ്ഞ പൂക്കളോ മാമോട്ടിക്കുട്ടിയെന്നോ നോക്കത്താ ദൂരത്തോ ഒക്കെ ആക്കി സിനിമ കണ്ടിട്ട് ഞാൻ ഈ ചെറുപ്പത്തിൽ സിനിമ പിടിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എൻ്റെ മനസ്സിന് ഒരേ ഒരു ഡയറക്ടറാണ് ഇദ്ദേഹം മാത്രം. അത് അവസാനം എല്ലാ സിനിമയും കഴിയുമ്പോൾ നോക്കത്താ ദൂരത്ത് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ചെല്ലുന്നത്. അതെന്നെ ചെല്ലാനുണ്ടായ കാരണം വെച്ചാൽ എനിക്ക് അദ്ദേഹത്തിന് സിനിമ ഇഷ്ടപ്പെട്ടത് മാത്രമല്ല, ഞാൻ ഇപ്പോഴും നിങ്ങളോടൊക്കെ സാക്ഷ്യത്തിൽ പറയുന്നു, നമ്മളൊന്നും വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തിട്ടില്ലാത്ത നോക്കത്താ ദൂരത്തുള്ള സിനിമയുടെ ക്ലൈമാക്സ് എന്താണ്? ഒരു പുറത്തെ വാതിൻ്റെ ഒരു കോളിംഗ് ബെല്ല് പിടിപ്പിക്കുക. ആ കോളിംഗ് ബെല്ലിന് പിന്നെ എത്ര കാലത്തേക്കുള്ള ചരിത്രമുണ്ട്. അത് അന്നും ഇന്നും പ്രേക്ഷകർ വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഒരു സിനിമയുടെ ക്ലൈമാക്സ് എന്താണ്? കോളിംഗ് ബെല്ല് വിളിച്ച് പടം തീർന്നു പുറത്തേക്ക് ഇറങ്ങിപ്പോയി ചിന്തിച്ച് നോക്കി എന്നെങ്കിലും വരും. അത് വലിയൊരു ഡയറക്ടർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം കഥാതിരിക്കൽ സംവിധാനം എൻ്റെ സിനിമയല്ല, അദ്ദേഹം തന്നെയാണ് നിർമ്മിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടു, എൻ്റെ ഡയറക്ടർ ഫാസിൽ സാറായിരുന്നു. ആ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ നിങ്ങളെ തുറന്നു പറയാണ് എന്തുകൊണ്ട് ഫാസിൽ സാറിനെ പോയി. ഇപ്പം അങ്ങ് ചോദ്യത്തിൻ്റെ ഒരു മറുവശമുണ്ട്. ഇത് സിനിമ ഓടുമെന്ന് തോന്നിയിരുന്നു ചോദിച്ചപ്പോൾ അതിൻ്റെ മറുവശമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഓടുമെന്ന് എനിക്ക് തോന്നിയത് കാരണമാണ് ഫാസിൽ എന്ന ഡയറക്ടർ. അത് ചില സിനിമകൾ അദ്ദേഹത്തെ പരാജയപ്പെട്ടുകൊണ്ടായിരിക്കും. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒരു സിനിമ പരാജയപ്പെടുന്നത് ഒരിക്കലും കഥയുടെ കുഴപ്പം മാത്രമല്ല, കാസ്റ്റിംഗ് വേണം, അതിൻ്റെ പല കാര്യങ്ങളുണ്ട്. സിനിമ നിങ്ങൾക്ക് അറിയാതെ അത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരു അതുല്യ ഡയറക്ടറാണ്. മണിച്ചിത്രത്താഴ് മാത്രം അവകാശപ്പെടാൻ പറ്റാവുന്ന ഒരുപാട് പ്രത്യേകതകൾ ആ കാലത്ത് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് സെക്കൻഡ് യൂണിറ്റ് വന്ന സിനിമ മണിച്ചിത്രത്താഴായിരുന്നു. അതുപോലെ കൃത്യമായ വില്ലനോ കൃത്യമായ ഒരു നായകനോ ഇല്ലാത്ത സിനിമയായിരുന്നു. ആദ്യമായിട്ട് ആ വിധത്തിലൊരു സൗണ്ട്സ്കേപ്പ് എക്സ്പ്ലോർ ചെയ്ത സിനിമയായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒരു ഇത്രയും കാലം എടുത്തതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണമെന്ന് ബോധപൂർവ്വം ഉണ്ടായിരുന്നു. അതോ ഈ സബ്ജക്ട് ഇത് ഡിമാൻഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തായിരുന്നു? അങ്ങനെ ചെയ്തല്ല. ഈ വേറെ കണ്ടപ്പോൾ സിദ്ദീഖ് ലാല്, സിബി മലയില്, പ്രിയദർശൻ ഒക്കെ ഡയറക്ടറായിട്ട് വന്നു. അതിൻ്റെ വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ 3 വർഷം ഫാസിൽ സാർ 3 മണിക്കൂറുണ്ട്. ഇടയ്ക്ക് ഞാനുണ്ട്. ഞങ്ങൾക്കൊന്ന് തെരുതെരേമോ പടസുൽത്താൻ ഉത്സവം അങ്ങനെ സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനത് പിന്നെ സൂര്യപുത്രിക കഥ സിനിമ. അപ്പോൾ ഈ നവംബർ 1-ാം തീയതിയാണ് 1993 നവംബർ 1-ാം തീയതിയാണ് സിനിമയുടെ ഷൂട്ടിങ് തിരുവനന്തപുരം പത്മനാഭപുരം പാലസിൽ തുടങ്ങുന്നത്. ഇപ്പോൾ സ്ക്രിപ്റ്റ് റെഡിയാണ്. അപ്പോൾ ഫാസിൽ സാർ നിർബന്ധം എന്നെ വിളിച്ചത് അപ്പച്ചാ ഈ സിനിമ നമുക്ക് ഈ കൊല്ലത്ത് നാഷണൽ അവാർഡിന് അയച്ചേ പറ്റും. നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് അയക്കണമെങ്കിൽ ഡിസംബർ 31-ന് മുമ്പ് സെൻസർ ചെയ്ത് സെൻസർ സർട്ടിഫിക്കറ്റ് വേണം. പടം നിങ്ങൾ പിന്നെ റിലീസ് ചെയ്താലും കുഴപ്പമില്ല, സെൻസർ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ എത്ര ദിവസമുണ്ട്? നവംബർ ഡിസംബർ 60 ദിവസം. 60 ദിവസം സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് വേറെ എന്ത് മാർഗമാണ്? അപ്പോൾ ഒരു ഡയറക്ടർ തന്നെ എടുത്ത തീരുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ്. അദ്ദേഹം തന്നെ പ്രിയാവാ സിബി മേടിച്ചു. പിന്നെ സിദ്ദീഖ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ അഷ്ടമി നമ്മൾ അങ്ങനെ. പിന്നെ ഇതിൻ്റെ അധികം ഭാഗം ചിത്രീകരിക്കുന്നത് തിരുവനന്തപുരം പത്മനാഭപുരം പാലസ. പിന്നെ അവിടെ ഒരു പ്രശ്നം വന്ന കാരണമാണ് ഞങ്ങൾ തൃപ്പൂണിത്തുറ പാലസിലേക്ക് കുറിച്ച് വരുന്നത്. അപ്പം ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഇന്ന് എടുക്കേണ്ട കാര്യങ്ങൾ 4 പേരെടുത്തിട്ട് പ്രിയ ഇതെടുക്കും, സിബി ഇതെടുക്കും, സിദ്ദീഖ് നീ ഇതെടുക്കും, സിദ്ദീഖ് പറയാൻ വീതിച്ചു കൊടുക്കും. അപ്പം വീണ്ടും പിന്നെ ആന്ധ്രയുടെ ക്യാമറമാൻ അവരൊക്കെ നിന്നിട്ട് അങ്ങനെ എടുക്കുക. അപ്പം അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റും ഉണ്ട്, അങ്ങനത്തെ ഒരു ലൊക്കേഷനും ഉണ്ട്, അങ്ങനത്തെ ഒരു കഥയുമാണ്. പക്ഷേ ആവശ്യം എന്താണ്? ഡിസംബർ 30 സെൻസറിൽ മുമ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഡിസംബർ 21-ാം തീയതി സെൻസർ ചെയ്തു. 21-ാം തീയതി ക്രിസ്മസ് ആണ്, ഫെസ്റ്റിവലാണ്. അങ്ങനെയാണ് ഡിസംബർ റിലീസ് ചെയ്ത് 1 വർഷം കൂടി നാഷണൽ അവാർഡ്. ഇതിൻ്റെ നാഷണൽ അവാർഡ് എവിടെയെങ്കിലും ഏതെങ്കിലും ഇപ്പോൾ ശോഭനയ്ക്ക് കിട്ടുന്നോ ഒന്നും അല്ല വിചാരിച്ചത്. ഒരു നാഷണൽ അവാർഡ് ഈ സിനിമയ്ക്ക് ഉറപ്പിക്കാം, മൊത്തത്തിൽ സിനിമയ്ക്ക് ഉറപ്പിക്കാന്നുള്ളത്. അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അന്ന് ഉണ്ടായിരിക്കും. ദൃഢമായിട്ട് അദ്ദേഹം ഉറപ്പിച്ചു, അത് സക്സസ് ആയി. അതാണ് എൻ്റെ ഒരു കാര്യം. ഇപ്പൊ ഇതിന്റെ ഒരുപാട് റീമേക്കുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ തമിഴിലെ ചന്ദ്രമുഖി, കന്നഡയിലെ അഭിനന്ദു, ഇപ്പോൾ പ്രിയദർശനം ചെയ്തുള്ള പോലുവിലയ്യ, ഇതൊക്കെ കാണുമ്പോൾ മലയാളിക്ക് പൊതുവെ ഒരിക്കലും പല കാര്യങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല. ഇപ്പോൾ അതിലെ മെയിൻ ക്യാരക്ടറിനെ നാഗവല്ലിനെ പോർട്രേ ചെയ്ത ഇതൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും സ്പെഷ്യൽ മണിച്ചിത്രത്താഴ് തന്നെയാണ്. അതിനൊന്നും ഞങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് വല്ല ഉൾക്കൊള്ളാൻ പറ്റാറില്ല. അഭിനയ സാറിന് അത് കാണുമ്പോൾ മണിച്ചിത്രത്താഴിന് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നിയ വേർഷൻസ് ഉണ്ടോ? സത്യമാണ് എന്ന് പറഞ്ഞത് വളരെ സത്യം. കാരണം അത് വെച്ചാൽ അത് ശോഭനയെ പോലുള്ള നടിയിൽ ഇന്ത്യയിലെ ദ ബെസ്റ്റ് ആക്ട്രസ് നാഷണൽ അവാർഡ് ശങ്കർദയാൽ ശർമ്മയുടെ കയ്യിൽ നിന്ന് വിജ്ഞാൻ മോഹൻ അനൗൺസ് ചെയ്ത് വാർത്തച്ചാൻ്റെ കാര്യം അത് തന്നെയാണ്. ശോഭന ബെസ്റ്റ് ആക്ട്രസ് അല്ലേ നമ്മുടെ മലയാളത്തിൽ. അവരൊക്കെ ശോഭനയുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുക അഭിനയത്തിന് വേണ്ടിയിട്ട്, ഡാൻസിന് വേണ്ടിയിട്ട്. പിന്നെ ഡാൻസ് ക്ലൈമാക്സ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പം അത് വേറെ ആര് ചെയ്താലും, വേറെ ഏത് ആർട്ടിസ്റ്റ് ചെയ്താലും അത്ര വരില്ല വന്നത്. പിന്നെ ഈ കഥയുടെ മർമ്മം, ഒരു കഥയ്ക്കൊരു മർമ്മമാണ്. ഈ മർമ്മം ഇപ്പം തമിഴിൽ പി വാസു രജനീകാന്ത് ചെയ്ത സിനിമ ഭയങ്കര ഹിറ്റാണ്. ചന്ദ്രമുഖി ഭയങ്കര ഹിറ്റാണ്. തെലുങ്കിലും ഭയങ്കര നാട്ടുമിത്ര ഭയങ്കര ഹിറ്റാണ്. ഫുൾഫുലേഖ പ്രിയദർശൻ ചെയ്തതെന്ന് ശരി അത്രമാനം പോയിട്ടില്ല. മൂന്നിലാകെ ഹിറ്റാണ്. ഈ കഥയ്ക്കൊരു മർമ്മം, ഒരു മർമ്മം കിടപ്പുണ്ട്. അത് മർമ്മം ഫാസിൽ സാറിനെ പോലെ മനസ്സിലാക്കാൻ ഈ ഡയറക്ടർമാർക്ക് അവരെ കുറ്റപ്പെടുത്തല്ല കേട്ടോ. അവർ സിനിമ കണ്ടു, ആ സിനിമ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു മർമ്മം, അതാ ഫാസിൽ സാറിനെ പോലെ മനസ്സിലാക്കിയ ഒരു ഡയറക്ടർ ഇല്ല. അതായത് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ മോഹൻലാൽ ഒരു 10 മിനിറ്റോളം നേരം പറയുന്ന ഒരു കഥയാണ് അദ്ദേഹം പറയുന്നത്. ഗംഗ എന്ന മാനസിക രോഗി എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങുന്നുണ്ടല്ലോ. അത് തിയേറ്ററിൽ ഫാസിൽ സാർ എന്ന് പറയുന്ന ഡയറക്ടർ, മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ പ്രതിഭ. ഇപ്പം മോഹൻലാൽ നമുക്കൊക്കെ പറഞ്ഞാൽ നിൽക്കുക, അല്ലാതെ സുരേഷൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിൽക്കുക. അല്ലാണ്ട് ചെറിയൊരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നിൽക്കില്ല. അതിൻ്റെ കാസ്റ്റിംഗ് കൂടെ പറയാം. അത് ജനങ്ങൾ കൺവിൻസ് ആവില്ലേ? അതല്ലേ സിനിമ എന്ന് പറയുന്നത്. നമ്മളങ്ങനെ തിയേറ്ററിൽ പോയിട്ട് കസേരയിലിരിക്കുകയല്ല. ഇത് മോഹൻലാൽ പറയുന്നത് നമ്മളിങ്ങനെ കണ്ണ് വെക്കാതെ നോക്കി നമ്മുടെ മനസ്സിൽ കയറി തലച്ചോറിൽ പോയി വർക്കൗട്ടായിട്ട് ഇരുന്നാലേ നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഫാസിൽ സാറിനറിയാം എങ്ങനെ ചെയ്യണം. അദ്ദേഹം എഴുതി വെച്ച് ഡയലോഗില്ല, അദ്ദേഹം എഴുതി വെച്ച് ഇങ്ങനെ പറയില്ല. അത് വായിച്ചു നോക്കിയിട്ട് ഒരു എത്ര വലിയ ഷോട്ടാണ് ആ ഷോട്ടിൽ ഒക്കെ മോഹൻലാൽ അതേപോലെ പഠിച്ചു ഉൾക്കൊണ്ട് അദ്ദേഹം കൊണ്ട് പറയില്ലേ. ഡോക്ടർ സണ്ണിയായിട്ട് അദ്ദേഹം മാറി കഴിഞ്ഞില്ലേ. അതൊക്കെ അത്രയും മാറാൻ അന്യഭാഷയിലുള്ള ആൾക്ക് ഉൾക്കൊള്ളാൻ അവരുടെ ആർട്ടിസ്റ്റുകൾ മോശം നല്ല പറയുക ആയിരിക്കാം. അതാണ്. അതുപോലെ നമുക്ക് തമിഴിൻ്റെ നാഗവല്ലിയിലെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സിംഗിളോ അല്ലെങ്കിൽ ചിരിയോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് മലയാളികളുടെ മഹിമ.